ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തേക്കടിയിലൊരു നൈസ് സ്റ്റേയിലാണ്. ഒരു ഗവി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാണ്, ബട്ട് അത് വർക്കൗട്ട് ആയില്ല. അപ്പോൾ അതിനൊരു നമ്മളിപ്പോൾ നിൽക്കുന്ന തേക്കടിയിലാണ്. ഗവിയിൽ ബൈക്കിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കാറ് ബുക്ക് ചെയ്തത്. പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ ട്രിപ്പിന് നമ്മുടെ കൂട്ടാളി ദൈവനാണ് ജാസ്. രാവിലെ തന്നെ നൈസ് ഒരു ഫുഡ് സ്പോട്ടിൽ കേട്ടിട്ടുണ്ട്. ഈ നൈസ് എന്ന് ഉദ്ദേശിച്ച് ഞാൻ ഇവിടുത്തെ വൈബാണ്. പിന്നെ നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ട വിട്ടൊരു കളിയില്ല. ഈ ട്രിപ്പിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് മാത്രമേ ഉള്ളൂ കാർ ഓടിക്കാൻ അറിയാത്ത. പിന്നെ 3 ഒന്നിലൊന്നും മെച്ചമായതുകൊണ്ട് പിന്നെ അതൊന്നും ഒരു ശോകമായിട്ട് എനിക്ക് തോന്നാറില്ല. ഈ ട്രിപ്പിന് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒത്തുകൂടലാണ്, അല്ലാതെ ഒരുപാട് സ്ഥലം കാണലല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തേക്കടി ചൂസ് ചെയ്തത്. അപ്പോൾ ഈ വട്ടം നല്ലൊരു കിടുക്കൻ സ്റ്റേ ആയിട്ടാണ് അമൽ മോഹൻ ബാംഗ്ലൂരിൽ നിന്ന് 2 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. സ്റ്റേയുടെ പേര് വരുന്നത് മൺസൂൺ റിട്രീറ്റ്സ് എക്കോസ്റ്റേ എന്നാണ്. നമ്മൾ 3 പേർ കൂടെ ആയത് 3500 രൂപയാണ്. നല്ല രീതിയിലാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഫുൾ അകത്തും മരങ്ങളും ചെടികളൊക്കെ നട്ട് വളർത്തി വേറെ വൈബാണ്, അടിപൊളിയാണ്. അമ്മാതിരി വൃത്തിയാണ് റൂമായാലും ബാത്റൂം ആണെങ്കിലും. അധികം സ്ഥലങ്ങളൊന്നും കാണാനില്ലാത്തതുകൊണ്ട് വലിയ ധൃതിയൊന്നുമില്ലായിരുന്നു നമുക്ക്. നമ്മൾ നൈസായിട്ട് പെതുക്കെ ഇറങ്ങിയിട്ട് കാണാൻ പോയത് നമ്മുടെ പാണ്ടിക്കുഴി വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് റിട്ടേൺ വരുന്ന വഴിക്ക് ഇതാണ് അവിടെ ഒരു കള്ള് ഷാപ്പ്. പിന്നെ അവിടെ കയറി ഒരു കള്ളും കുറച്ച് കപ്പയും കുറച്ച് പോർക്കും നമ്മളങ്ങ് തട്ടി. പിന്നെ റൂമിൽ വന്ന് കുറച്ച് നേരം ഫോണിൽ കളിച്ചു. രാത്രി ഫുഡ് കഴിക്കാൻ ഇറങ്ങി. പിന്നെ ആദർശ് വെള്ളം അടിക്കാത്തതുകൊണ്ട് എനിക്കും അമ്മലിനും ഓരോ ബ്രോ കോഡ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആദർശിൻ്റെ കുറച്ച് സ്കില്ലുകളാണ്. ഇതൊന്നും കുട്ടികൾ കണ്ട് അനുകരിക്കാതിരിക്കുക. നമ്മുടെ ഏറ്റവും സുഹൃത്തുക്കളിലൂടെ ഇതുപോലെ 2 അടിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞിരിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെ. അങ്ങനെ രാവിലെ 5:30 കുളിച്ചൊരുങ്ങി ഇറങ്ങി. എന്തിനാ രാവിലെ തേക്കടി ബോട്ടിങ്ങിന് പോകാൻ, അതല്ല അവിടുത്തെ മെയിൻ പരിപാടി. അപ്പോൾ നമ്മൾ ആ ബോട്ടിങ്ങിന് വേണമെങ്കിൽ ഇവിടുന്ന് ബസ് കയറി വേണം. അപ്പം ബസ്സിൻ്റെ റേറ്റ് വരുന്നത് 75 രൂപയാണ്. പിന്നെ അവിടുന്ന് ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കണം, അത് 225 രൂപ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ചതി മനസ്സിലായത്. 6:30 അവിടെ എത്തിയെങ്കിലും ഓൾറെഡി 7:30 9:00 ബോട്ടിന് ടിക്കറ്റ് ഫില്ലായി. ഓക്കെ, എന്നാൽ 11 ടിക്കറ്റ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ക്യൂ നിന്നപ്പോഴോ 6:30 എത്തി ഞങ്ങൾ അവിടെ 10 വരെ ക്യൂവിൽ നിൽക്കണം. അതായത് ഓൾമോസ്റ്റ് 3.5 to 4 മണിക്കൂർ ക്യൂ നിന്നാൽ മാത്രമേ 11 ടിക്കറ്റ് കിട്ടത്തുള്ളൂ. എന്നാൽ അവിടെ ആദ്യം എത്തിയ ആൾക്കാർക്ക് എന്താ അവർ ടിക്കറ്റ് കൊടുത്ത് വിടാത്ത. എന്തായാലും നല്ല മൂഞ്ച് ഏർപ്പാടായിപ്പോയി. ഒരു യാത്ര വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥലങ്ങൾ കാണാതെ തിരിച്ചു പോകുന്നുള്ളത് എനിക്ക് ഭയങ്കര മനസ്സിന് വിഷമമുള്ള ഒരു കാര്യമാണ്. പക്ഷേ 3 മണിക്കൂർ ക്യൂ നിൽക്കുന്നത് ആലോചിച്ചപ്പോൾ എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയതുമില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇവിടെ ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷം തിരിച്ചു വരാനുള്ള ബസ് കയറി. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നേരെ തേനിയിലേക്കാണ്. പിന്നെ കുറച്ചൊക്കെ വണ്ടി ഓടിക്കാൻ അറിയാതുകൊണ്ട് ഞാനൊന്ന് ട്രൈ അടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അമ്മർക്ക് തന്നെ ഭയങ്കര വിശ്വാസമാണ്. കൈ ഹാൻഡ് ബ്രേക്ക് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ദാ പോകുന്ന വഴിക്കാണ് റോഡിൻ്റെ നടുക്കൂടെ കുറച്ച് കാളകളെയും കൊണ്ട് മത്സരം. എന്തൊക്കെയാണോ എന്താ ഈ കൊച്ചു തമിഴ്നാട്ടിൽ നടക്കുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴി അമ്പത്തിറങ്ങി. MSR എന്ന് പറയുന്ന മുന്തിരിത്തോട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻട്രി ഫീ വരുന്നത് 50 രൂപയാണ്. അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ പഴുത്തയും പഴുക്കാത്തയും പച്ചയും അങ്ങനെ എല്ലാ ടൈപ്പും മുന്തിരിങ്ങയും കണ്ടു. പിന്നെ കുറേ അധികം ഫോട്ടോസും എടുത്തു. പിന്നെ നല്ല ചൂടൊക്കെ ആണല്ലോ. ഈ 2 ഗ്ലാസ് ഗ്രേപ്പ് ജ്യൂസും കുടിച്ചു. പിന്നെ വീട്ടുകാരെ സോപ്പിടാൻ വേണ്ടി 100 രൂപയ്ക്ക് മുന്തിരിങ്ങയും വാങ്ങി കമ്പത്ത് നിന്ന് ഞങ്ങൾ അങ്ങ് ഇറങ്ങി. പോകുന്ന റൂട്ടിലൊന്നും കുളിക്കാൻ പറ്റാത്ത നല്ല വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ റിട്ടേൺ വരുന്നവർ നമ്മുടെ സ്വന്തം അഞ്ചലൊന്ന് ചവിട്ടി പിനാക്കലിൻ്റെ തൊട്ട് താഴത്തുള്ള കനാലിൽ ഇറങ്ങി നല്ലൊരു കുളി പാസ്സാക്കി. അന്ന് കോളേജ് പഠിക്കുമ്പോൾ തൊട്ട് ഇറങ്ങാൻ തുടങ്ങിയതാണ് ഈ കനാലിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള യാത്രാ വിശേഷങ്ങൾ. പിന്നെ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.